ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പൈത്തണും ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ടൊരു എ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ പോലത്തെ എഐനെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ചാറ്റ് ജി പി ടിനോടൊന്ന് പറഞ്ഞു നോക്കാം കേട്ടോ, അങ്ങനെ ഒരു എഐനെ പറ്റിയിട്ട്. അപ്പോൾ ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻഡ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചാറ്റ് ജി പി ടി കുറച്ച് ഐഡിയാസൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ സ്റ്റെപ്പ് വേണ്ട പറയുന്നത് ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യാനാണ്. ഇതിൽ പറയണത് ആദ്യം ഓപ്പൺ എ സോഫ്റ്റ്വെയർ ആണ്, അതായത് ഓപ്പൺ എൻ്റെ ലൈബ്രറിയാണ് വേണ്ടത്. പിന്നെ ഈ പറയുന്നത് നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്തൊരു സംഭവമാണ്. അതായത് നമ്മളിപ്പോൾ തൽക്കാലത്തിന് ടെക്സ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇതിലിപ്പോൾ ചാറ്റ് ജി പി ടി പറയണത് വോയിസ് ഇൻപുട്ടും ഔട്ട്പുട്ടാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് മാറ്റി കൊടുക്കാം. നമുക്കിത് സെൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് അപ്ഡേറ്റഡ് വേർഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ചെയ്യാനുള്ളത് ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറി നമുക്കിതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ്, അതായത് വിൻഡോസിൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു കോഡ് ആർഡിന് ചാറ്റ് ജി പി ടി എന്നുള്ള ഈ കോഡ് ഒന്ന് അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇതിൽ കാണിച്ചത്. നിങ്ങളിലല്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് എന്നായിരിക്കും കാണിക്കുക. നമുക്ക് ആദ്യം ഈ ഒരു കോഡ് അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് പൈത്തൺ VS കോഡ്, അതായത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് ഒരു ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അത് സേവ് ചെയ്യുക. എവിടെ വേണ്ടത് വെച്ചാൽ സേവ് ചെയ്യുക. ഇവിടെ ചെയ്ത് തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സേവ് ചെയ്യുമ്പോൾ നമ്മൾ .py എന്നുള്ള ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത്. അതിക്ക് തെറ്റി നമ്മൾ സേവ് ചെയ്യുമ്പോൾ ചാറ്റ് അസിസ്റ്റൻറ്റ് .py എന്ന് കൊടുക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നേരത്തെ ചാറ്റ് ജി പി ടി എന്ന കോഡ് ഇതിൽ അടിച്ചെടുക്കുക. അപ്പോൾ അതിവിടെ ഓപ്പൺ റൗട്ടർ API കീ ഇവിടെ ആവശ്യമാണ്. അതിനായിട്ട് നമുക്ക് ഓപ്പൺ റൗട്ടർ API കീൻ്റെ വെബ്സൈറ്റ് കയറി വെക്കാം. ഓക്കെ, ഓപ്പൺ റൗട്ടർ API കീ അതിൽ നമുക്ക് കയറി വെക്കാം കേട്ടോ. അതിൽ കയറിയിട്ട് ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് അത്യാവശ്യം ലാഗ് ഉണ്ട്. ഓക്കെ, ലോഗിൻ എന്ന് പറയുന്നൊരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വരുമ്പോൾ അത്യാവശ്യം ലാഗ് വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ API കീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഈ ഇടത്തെ ഭാഗത്ത് കാണുന്ന API കീയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് ഈ ലാഗ് വരുന്നത്, കുഴപ്പമില്ല. ഓക്കെ, ഈ സെക്ഷനിൽ നമുക്ക് ക്രിയേറ്റ് API കീ നോക്കുക. എന്നിട്ട് നമുക്ക് താൽക്കാലികമായിട്ടൊരു പേര് കൊടുക്കാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു API കീ ഇട്ടിട്ടുണ്ട്. കോപ്പി ചെയ്തിട്ട് നമ്മളെ കോഡിൻ്റെ ഈ ഭാഗത്തായിട്ടോ ഈ ഒരു ഓപ്പൺ റൗട്ടർ API കീയിലെടുത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റത്തെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത എന്താ, സ്റ്റെപ്പ് 2 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 3 നോക്കാം. നമുക്ക് മെമ്മറി ആൻഡ് ചാറ്റ് ലോജിക്കാണ് ഇതിന് വേണ്ടത്. മെമ്മറി സേവ് ചെയ്യാനുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇത് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടിയിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നോക്കുകയുണ്ടെങ്കിൽ ഹായ് ലൂമി എന്നാണ് ഇപ്പോൾ ഇതിന് തൽക്കാലത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ രീതിക്ക് പേര് കൊടുത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിയൊക്കെ ചെയ്യാം കേട്ടോ. ചാറ്റ് ജി പി ടിനെ ചോദിച്ച് റെഡിയൊക്കെ ചെയ്യാം. ഓക്കെ, നമുക്ക് മെമ്മറി ലോജിക്കാണ് ഇതിന് വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ആരാണ് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ഞാനെനിക്ക് നിങ്ങളുടെ പേര് ഇവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതെന്നേ പറയത്തുള്ളൂ.
ഓക്കെ, നമുക്കിത് സ്റ്റെപ്പ് 4 എന്താണ് നോക്കാം. ഇത് റണ്ണ് ചെയ്യുക. ഓക്കെ, ഈ ഒരു കോഡും കൂടി കൂട്ടി ഇത് റണ്ണ് ചെയ്യണം. ഈ ഒരു ലോജിക് കൂടി ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്കിത് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും വരിക എന്നാണ് പറയണത്. അപ്പോൾ ഇതൊന്ന് റണ്ണ് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഹായ് അടിച്ച് നോക്കാം. എന്തോ എറർ ഇതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് കോപ്പി ചെയ്തിട്ട് ChatGPT പോയിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ എന്താണ് അതിൻ്റെ ട്രബിൾ ഷൂട്ടുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞതിന്. ഓക്കെ, ഈ ഒരു ലൈന് റീപ്ലേസ് ചെയ്തിട്ട് ഇത് പ്ലേസ് ചെയ്യാനാണ് പറയണത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോപ്പി ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇതാണ് വരുന്നത്. ഇത് നമുക്കിവിടെ റീപ്ലേസ് ചെയ്യാം. പക്ഷെ ഇവിടെ എന്തോ എറർ കാണിക്കുന്നുണ്ട്. എന്താണ് കറക്റ്റ്? ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒന്നുകൂടി അണ്ടോ അടിച്ചിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇതൊന്ന് ബാക്ക് അടിച്ചിട്ട് ഇല്ല പേസ്റ്റ് ചെയ്തിട്ട് പിന്നെയും എറർ വരുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതോരോ ലൈന് വെച്ചിട്ട് നമുക്കൊന്ന് ബാക്ക് അടിച്ച് നോക്കട്ടോ ഒന്ന്. ഓക്കെ, ഒരു ലൈന്, അടുത്ത ലൈന്, ഓക്കെ, അവസാനത്തെ ലൈന്. ഓക്കെ, ഞാൻ ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അവിടെ ഇല്ല, എറർ കാണിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് റൺ ചെയ്തിട്ട് നമുക്ക് ഈ എറർ തന്നെ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് നോക്കാം. കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് നോക്കാം ChatGPTയിൽ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിങ്ങനെ പറഞ്ഞനുസരിച്ചിട്ട് നമുക്കിപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് കോഡ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളത് വെച്ച് റൺ ചെയ്താൽ മതി. ഓക്കെ, APIക്ക് നിങ്ങൾ അവിടെ കറക്റ്റായിട്ട് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞ രീതിക്ക്. ഓക്കെ, ഇപ്പോൾ ഇവിടെ റൺ ചെയ്തപ്പോൾ കാണിക്കുന്നുണ്ട്. ഹായ് എന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ഇവിടെ എന്തോ വേറൊരു എററും കൂടി വന്നിട്ടുണ്ട്. മോഡലിൻ്റെ പ്രശ്നമാണ്. അപ്പം നമുക്ക് മോഡലൊന്ന് മാറ്റി കൊടുത്തു നോക്കാം. അതിന് ഈ ഒരു സെക്ഷനിൽ തന്നെ മോഡൽസ് പറഞ്ഞ സെക്ഷനിൽ പോയേക്കാം. അവിടെ കുറച്ച് മോഡലുകൾ കാണിച്ചു തരും. അവിടെ നമുക്ക് ഗൂഗിൾ ജെമിനൈ പറഞ്ഞ മോഡൽസാണ് വേണ്ടത്. ഇത് 2 കാണിക്കണം. അതിൽ ഫസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ മോഡൽ എന്നുള്ള ഭാഗത്ത് ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. അല്ല, അതും തെറ്റാണ്. നമുക്ക് അടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അടുത്ത API മോഡൽ. ഓക്കെ, ഞാൻ റൺ ചെയ്ത് നോക്കാം. ഹായ്, അല്ല, അതിനെന്തോ പ്രശ്നം വരുന്നുണ്ട്. അപ്പം നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് ഓക്കെ, എനിക്കിപ്പോൾ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു മോഡൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് ജസ്റ്റ് എടുക്കണ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ മറന്നു. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളെ റോബോട്ട് ഇവിടെ വർക്കിംഗ് ആണ്. കണ്ടോ, നമ്മളിപ്പോൾ ഹൂ ക്രിയേറ്റഡ് ചെയ്യുന്നതൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ പേരൊക്കെ എഴുതി കാണിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് പ്ലേ ഗെയിം. ഓക്കെ, ഷുവർ ഹാദി. ഞാൻ നേരത്തെ ഹാദിയാണ് എൻ്റെ പേര് പറഞ്ഞപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് മെമ്മറിയിൽ. ഓക്കെ, എന്ത് ഗെയിമാണ്? ക്യൂസ്. ഓക്കെ, ചോദ്യം ചോദിക്കാനാണ് പറയണത്. ഓക്കെ, നമുക്ക് ചോദ്യം ചോദിച്ചു നോക്കാം. ഹൂ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഓക്കെ, റിപ്ലൈ കിട്ടുമോ നോക്കാം. ഓക്കെ, സക്സസ്. നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇമോഷൻസ് ഉണ്ടോയെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഐ എം ഫീലിംഗ് ടയേർഡ്. ഓക്കെ, അതിനനുസരിച്ച് റിപ്ലൈസ് നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു ChatGPT ആൻഡ് പൈത്തൺ AI അസിസ്റ്റൻറ്റിന് ഇഷ്ടമായി ഞാൻ കരുതുന്നു. എന്നാലും ഇതിന് കുറച്ചുകൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ കൂടുതൽ കിടക്കുകയാണ്.
എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രീവിയസ് ചാറ്റ്, അതുപോലെ തന്നെ പ്രീവിയസ് ചാറ്റ് മെമ്മറീസ് ഒക്കെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ പേഴ്സണൽ ഇമോഷൻസ് കൂടുതൽ ആഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇതൊരു മോഡൽ ബോഡി കൊടുക്കണതിന് ആർഡിനോ യൂണോ ഒക്കെ വെച്ചിട്ട് ഒരു റോബോട്ടാക്കി മാറ്റാം ഞാൻ. അപ്പം അങ്ങനെ വേണമെന്നുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്കതനുസരിച്ച് പാർട്ടായിട്ട് വീഡിയോസ് ഇറക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.